അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദറിന്റെ രണാങ്കണം സജീവമായി. കൂട്ടമായ യുദ്ധം, ഘോരമായ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രണ്ട് ചെറുപ്പക്കാരായ സ്വഹാബാക്കൾ, മഹാന്മാരായ മുആദ് റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ, ബുദ്ധിമുട്ടിച്ച ആ ശത്രു നേതാവായ അബൂജഹലിനെ വധിക്കണമെന്ന ആ ഒരു ലക്ഷ്യത്തോടെ അബൂജഹലിന്റെ അരികിലേക്ക് മഹാന്മാരായ രണ്ട് ചെറുപ്പക്കാർ, ധീരന്മാരായ പോരാളികൾ അബൂജഹലിന്റെ അരികിലേക്കെത്തി. അബൂജഹൽ വലിയ ആജാനുഭാവുമാണ്. ആ വലിയ മനുഷ്യന്റെ മുന്നിൽ ഈ രണ്ട് ചെറിയ കുരുന്നുകളാണ്. അവർ രണ്ടുപേരും അബൂജഹലിനെ ആഞ്ഞൊന്ന് വെട്ടുകയാണ്. ആ വെട്ടലിൽ അബൂജഹലിന്റെ കാലിന് മുറിവേൽക്കുന്നുണ്ട്. പ്രതികരിക്കാൻ കഴിയാതെ, മറുത്തൊന്നുരിയാടാൻ കഴിയാതെ അബൂജഹൽ അവിടെ വീണു പോവുകയാണ്. ആ വീഴുന്നതിനുള്ള കാരണം ചരിത്രത്തിൽ മറ്റൊന്നുകൂടി കാണാം. എന്താണ്? അള്ളാഹുവിന്റെ മലക്കുകളുടെ സഹായം ബദറിൽ വളരെ സന്തോഷത്തോടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അബൂജഹലിന്റെ അടിനാവിക്ക് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നല്ല ഒരു തൊഴി കിട്ടിയിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരും വെട്ടുന്ന അതേ സമയത്താണ് ആ തൊഴി അടിനാവിക്ക് തന്നെ കിട്ടുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒന്നും പറയാൻ പറ്റാതെ, മറുത്തൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ അബൂജഹൽ അവിടെ വീണ് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പറയുന്നത്, മഹാനവറുകളുടെ ഒരു കാല് വളരെ നേർത്ത കാലായിരുന്നു. എന്താ കാരണം? കഅബത്തിന്റെ അരികിൽ നിന്ന് സൂറത്തുർ റഹ്മാൻ ഓതിയതിന്റെ കാരണത്താൽ, പരസ്യമായി ഓതിയതിന്റെ കാരണത്താൽ ശത്രുക്കൾ ആക്രമിച്ചതാണ്. അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള പട മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് പിടിച്ചൊടിച്ചു, പാദം തിരിച്ചു. അങ്ങനെ അത് ശോഷിച്ചു പോയതാ, അങ്ങനെ അത് നേർത്തുപോയതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഒരു കാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു നേർത്ത കാൽ ഒരു തട്ടിലും ഉഹദ് മല മറ്റൊരു തട്ടിലും വെച്ചാൽ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ കാലിനാണ് കനം കൂടുക. അങ്ങനെ ആ കാലിന് സ്വാധീനം കുറഞ്ഞ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ് കിടക്കുന്ന അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരിക്കുകയാണ്. ആ നെഞ്ചത്ത് കയറിയിരിക്കുമ്പോ അബൂജഹലിന് പലതും പറയണമെന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, എനക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന ധൈര്യത്തിലാണ് നീ എന്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്നത് എന്ന് എനിക്കറിയാം. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, നീ എന്ത് തന്നെ പറഞ്ഞാലും നിന്റെ കഥ കഴിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത്. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന വാളൂരിയെടുത്ത് അബൂജഹലിനെ അറുക്കാനൊരുങ്ങുകയാണ്. അറുക്കാനൊരുങ്ങുമ്പോ ആ പഹയന്റെ, അബൂജഹലിന്റെ കഴുത്തിന് വെച്ച കത്തി അനക്കാൻ പറ്റുന്നില്ല. അത്രയേറെ തൊലിക്കട്ടിയായിരുന്നു അബൂജഹലിന്. അബൂജഹല് പറയാണ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, നിന്റെ കത്തിക്ക് മുറിയുന്നതല്ല എന്റെ തല, അതുകൊണ്ട് എന്റെ അരയിൽ ഒരു വാളുണ്ട്. സാധാരണക്കാർക്ക് കിട്ടുന്ന വാളല്ല, ഖുറൈശി പ്രമാണിമാർക്ക് താവഴിയായി കിട്ടിയ വലിയ വിലപിടിപ്പുള്ള ഒരു വാള്. അതെടുത്തുകൊണ്ട് നീ എന്റെ കഴുത്ത് മുറിക്കടാ, അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് പറയാണ്. എന്നിട്ടോ പറയാണ്, നീ എന്റെ കഴുത്ത് മുറിക്കുന്ന സമയത്ത് സാധാരണ മുറിക്കുന്നത് പോലെ മുറിക്കരുത്, ഒരൽപ്പം താഴ്ത്തു മുറിക്കണം. എന്റെ തല കാണുമ്പോ നിന്റെ നേതാവൊന്ന് ഞെട്ടണം. ആ മരണസമയത്തും തന്റെ കിബറിനൊരു കുറവും വരുത്തിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൂസാ നബിയുടെ ഫിർഔനിനേക്കാൾ വളരെ മോശമാണ് എന്റെ ഫിർഔനാകുന്ന അബൂജഹൽ. എന്താ കാരണം? മൂസാ നബിയുടെ ഫിർഔൻ നൈൽ നദിയില് കൊല്ലപ്പെടുന്ന സമയം, മുങ്ങി മരിക്കാനൊരുങ്ങുന്ന സമയം അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ആമൻതു ബിറബ്ബി മൂസ. ഇവിടെ ഈ ഫിർഔനാകുന്ന അബൂജഹല് അവിടുന്ന് പറഞ്ഞത്, എന്റെ തല കണ്ടെങ്കിലും
മുഹമ്മദ് പേടിക്കണമെന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അറുത്തുമാറ്റിയ അബൂജഹലിന്റെ തല. അബൂജഹലിന്റെ വീഴലും പതനവും അധപ്പതനവും കാണലോടുകൂടി അബൂജഹലിന്റെ അനുയായികള് ചിന്നിച്ചിതറി ഓടി രക്ഷപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബദറിന്റെ ചരിത്രം, വിശാലമായ ചരിത്രം വളരെ ചുരുക്കിയ രീതിയിൽ ഇവിടെ നിർത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 313 അംഗ സംഘങ്ങളിൽ 14 പേര് ഷഹീദായി. എന്നാൽ മറുപക്ഷം, ശത്രുപക്ഷം 70 പേരെ കൊല്ലപ്പെട്ടു, 70 പേരെ തുറങ്കിലടച്ചു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ യുദ്ധമായിരുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമായിരുന്നു. വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള യുദ്ധം. അവിടെ അള്ളാഹുവിന്റെ വലിയൊരു മഊനത്ത്, അള്ളാഹുവിന്റെ സഹായം, പരിശുദ്ധമായ ബദരീങ്ങള് അവിടെ രക്ഷപ്പെടുകയാണ്. ഇസ്ലാമില് ചരിത്രത്തിന്റെ താളുകളിൽ എന്നും ഓർക്കപ്പെടുന്ന ഏടായി കൊത്തിവെക്കുകയാണ്. അള്ളാഹു മഹാന്മാരായ ബദരീങ്ങളുടെ കാവല് നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.